ആ ഒരു അവസ്ഥയിലോട്ട് നമുക്കറിയാം കുറച്ച് പേർക്കൊക്കെ ബ്ലീഡിങ് ഉണ്ടായെന്ന് ഇവിടെ പറയുന്നു. നമ്മുടെ മുറിവില്ലാതെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവുണ്ട്. അതിൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് 2.5 ലക്ഷം 3 ലക്ഷമാണ് അതിൻ്റെ അളവ്. അത് കുറഞ്ഞ് 25,000 അല്ലെങ്കിൽ 20,000 15,000 ആകുമ്പോഴാണ് നമ്മൾ ബ്ലഡ് കൊടുക്കണമെന്ന് ആശുപത്രിക്കാർ പറയുന്നത്. പേഷ്യൻറ്റിന് ബ്ലഡ് വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ സമയത്താണ് ഈ മുറിവില്ലാതെ തന്നെ രോഗങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്ന അവസരത്തിൽ മോണയിൽ കൂടെയൊക്കെ ബ്ലഡ് വരുന്നത്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് ഈ 2.5 ലക്ഷത്തിൽ നിന്ന് വെറും 10,000 അല്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ 15,000 ആയി കുറയുന്ന അവസ്ഥയാണ്. അന്നേരം ബ്ലഡ് നമ്മൾ കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ രോഗം മാരകമാകും, മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ്. ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് കൊതുക് പരത്തുന്ന ഒരു അസുഖം തന്നെയാണ്. കൊതുക് തന്നെ വിവിധ തരത്തിലുള്ള കൊതുകുകളുണ്ട്. ഇത് പരത്തുന്നത് ഈഡീസ് ഈജിപ്തി എന്നും പറഞ്ഞൊരു കൊതുകാണ്. നമുക്കറിയാം, നമ്മളിപ്പം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ വന്ന് കടിക്കുന്ന ചെറിയൊരു കൊതുക്, അല്ലെങ്കിൽ നമ്മൾ റബ്ബറും തോട്ടത്തിലോ പുറത്തോട്ടോ ഇറങ്ങുമ്പോൾ പകൽ സമയത്ത് കടിക്കുന്ന ചെറിയൊരു കൊതുക്. അത് അതിൻ്റെ സൈസിൽ വളരെ ചെറുതാണ്. കറുപ്പും വെളുപ്പുമായിട്ടുള്ള പാടുകളും ഉണ്ട്. അതിൻ്റെ ഒരു ഡിസൈനുണ്ട്. അത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സന്ധ്യാസമയത്തൊക്കെ നമ്മൾ കൂട്ടമായിട്ട് ഇറങ്ങുന്ന ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്ന ഒരു കൊതുകുണ്ട്. അതല്ലിത്. ആ ഡെങ്കിപ്പനി വരുത്തുന്ന കൊതുകല്ലിത്. അല്ലാതെ പകൽ സമയത്ത് ഇത് ശുദ്ധജലത്തിൽ മാത്രം. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങളോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് മഴവെള്ളം വീണ് അതിൽ മാത്രമേ ഈ കൊതുകുകൾ മുട്ടയിടത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കന്നുകാലിയുടെ കൂടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയുടെ വശത്ത് വേസ്റ്റ് കിടക്കുന്നിടത്തോ അല്ലെങ്കിൽ കക്കൂസിൻ്റെ മാലിന്യം അതിൽ നിന്നോ ഒന്നും ഈ കൊതുക് ഉണ്ടാകുന്നില്ല. ശുദ്ധജലത്തിൽ മാത്രം ഇതുപോലെ മഴ പെയ്ത് പാത്രങ്ങളിൽ വെള്ളം കിടന്ന് മാത്രമേ ഈ കൊതുക് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് റബ്ബർ ചിരട്ടകളിലാണ്. നമുക്കറിയാം, റബ്ബർ ചിരട്ടകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലത്തിൽ തന്നെ അത് വെക്കും. അതിനകത്ത് ഒരു ദിവസം മഴ പെയ്ത് വെള്ളമായി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് പോയി നോക്കിയാൽ അറിയാം അതിൽ കൂത്താടി ഉണ്ടായിരിക്കും. നമ്മുടെ അച്ഛൻ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ പണ്ട് കാലത്ത് ഈ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ആ വെള്ളം അവിടെ നമ്മൾ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വന്ന് പിന്നെ കൊതുക് മുട്ടയിടുകയും കൂത്താടി ഉണ്ടാവുകയും ചെയ്യും. ആ കൂത്താടി ഉണ്ടാകുന്ന സമയത്ത് അത് നോക്കി നമ്മൾ ശ്രദ്ധിച്ച് അത് കമത്തി കളഞ്ഞിരിക്കണം. നമ്മളത് ചെയ്യുമ്പോൾ ഇപ്പം ആരോഗ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ ആശമാരോ വരുമ്പോൾ അങ്ങനെ കണ്ടപ്പം കമത്തി കളഞ്ഞെന്ന് പറയും.